അധികാരമുള്ള ഒരു രാജ്യത്താണ്, ഒരു മതരാഷ്ട്രമല്ല ഇത് എന്നത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്ഷതം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അക്ഷതം സ്വീകരിക്കാൻ കഴിയുന്നത് പോലെ തന്നെ അക്ഷതം സ്വീകരിച്ചതിനെ വിമർശിക്കാനും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നേ. ശരി, എനിക്ക് ഇത് പറഞ്ഞോട്ടെ, ഈ വിമർശനങ്ങൾ പറഞ്ഞോട്ടെ. ഒന്നാമത് ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം നിർമ്മാണം, ഒരൊറ്റ വാചകം. അതായത് സ്മൃതി, ഈ അക്ഷതം സ്വീകരിക്കണം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഇപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു, വന്നോളൂ എന്ന് പറയുന്നു. അപ്പോൾ വരുന്നവർ ഒരു അക്ഷതം വന്ന് കയ്യിലേക്ക് തരുമ്പോൾ അത് നിരാകരിക്കാനുള്ള ഒരു പറ്റില്ല. അത് അല്ല, പറ്റാത്ത ആളുകളുണ്ട്, ആ പറ്റാത്ത ആളുകളെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. സോറി, പറഞ്ഞോളൂ. അക്കാര്യത്തിൽ ഞാനൊരു വ്യക്തത വരുത്തിക്കോട്ടെ. അതായത് അക്ഷതം സ്വീകരിക്കാനായി വീട്ടിലേക്കൊന്ന് വരട്ടെ എന്ന് വിളിച്ചുകൊണ്ട് ഇതുവരെ അങ്ങനെ വിതരണം നടത്തിയതായി എൻ്റെ അറിവിലില്ല. ഇത് വിതരണം ചെയ്ത ഇടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട വാർത്തകളിലും അങ്ങനെയല്ല. കൃത്യമായി അനുമതി ചോദിച്ച് മോഹൻലാൽ ആയിക്കോട്ടെ, ദിലീപും കാവ്യമാധവനും ആയിക്കോട്ടെ, കേരളത്തിൽ വിതരണം ചെയ്ത വ്യക്തികൾ എല്ലാവരുടെയും അടുത്ത് അവരുടെ അനുമതിയോടെ, അവരുടെ പൂർണ്ണമായ സമ്മതത്തോടെ ഇത് നിങ്ങൾ സ്വീകരിക്കുന്നതും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും അടക്കം. ഞാൻ അക്ഷതം സ്വീകരിച്ചവർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അക്ഷതം സ്വീകരിക്കുന്നവരൊന്നും അവരുടെ അനുമതി ഇല്ലാതെ ആർക്കും അറിയാത്തവരുണ്ട്. മോഹൻലാലൊക്കെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചിത്ര അതായിരിക്കണമെന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് വാദം. ശരി, അപ്പോൾ ഈ ഞാനിതിനകത്ത് KS ചിത്രയുടെ പ്രായം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ 28ാമത്തെ വയസ്സെന്ന് പറയുന്നത്, 28 വയസ്സെന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ പറ്റുന്നൊരു കാലമാണ്. 38 വയസ്സെന്ന് പറയുന്നത് രാജ്യത്തെ നടുക്കിയ ഒരു വലിയ കൂട്ടക്കൊല, കൂട്ടക്കുരുതി, ഒരു സംസ്ഥാനം നിന്ന് കത്തുന്ന വാർത്തകളാണ്. നമ്മൾ എത്രത്തോളം പിന്തിരിഞ്ഞു നിന്നാലും നമ്മളെ തേടി വരുന്ന വാർത്തകളാണ് അതൊക്കെ. അപ്പം ഈ സംഭവങ്ങളൊക്കെ KS ചിത്രയ്ക്ക് അറിയാം. എന്ന് മാത്രമല്ല, അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ രാമപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഈ അയോധ്യ എന്നുള്ള വാക്ക് തന്നെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വാക്കാണ്. ആ വാക്കിൽ നിന്നാണ് ആ വാക്കുന്നി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം ചിത്ര ഒരു എന്താ പറയുക, ഇത് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. ഞാൻ വിചാരിക്കുന്നതേ ഇല്ല സുജയ, ഈ അയോധ്യയിലെ ഈ ശ്രീരാമക്ഷേത്രം, അതിൻ്റെ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭക്തിയുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിന് ഞാൻ ഈ അയോധ്യ എന്ന് പറയുന്ന ഈ ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ ശ്രീരാമൻ്റെ ഒരു പ്രതിമ വയ്ക്കുന്നു എന്നതിലേക്ക് ലളിതമായി ഞാൻ മനസ്സിലാക്കുന്നതേയില്ല. എനിക്കങ്ങനെ മനസ്സിലാവില്ല. കാരണം അത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തൊരു പ്രശ്നമാണ്. ഒരു പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിച്ച പ്രശ്നമാണ്. അത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഈ ശ്രീരാമൻ എന്ന് പറയുന്ന, അയോധ്യയിലെ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. ആ പൊളിറ്റിക്കൽ ടൂളിനോട് പൊളിറ്റിക്കലി തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അവിടെ വിശ്വാസം ഒരു പ്രശ്നമല്ല. ഞാൻ ശ്രീരാമ ഭക്തനായതുകൊണ്ട് അയോധ്യ പോലൊരു സ്ഥലത്ത് ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്ന ശ്രീരാമ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എൻ്റെ ദൈവമായി ഞാൻ കാണുന്നതേയില്ല. രാമഭക്തിയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. പറയട്ടെ, നിങ്ങൾ 10-15 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുക. എന്നോട് ഉള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പിന്നെ തുറന്നു. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ആക്റ്റാണ്. ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അതൊരു രാഷ്ട്രീയ പ്രവൃത്തിയാണ്. ആ രാഷ്ട്രീയ പ്രവൃത്തിയിലൂടെ ഒരു വലിയ മുതലെടുപ്പിനാണ് ഇവിടെ BJPയും സംഘപരിവാറും ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിനോട് എടുക്കേണ്ട സമീപനത്തെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാനത് ചിത്രയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ചിത്ര ആ രീതിയിലൊരു സാമൂഹ്യ സാഹിത്യത്തിലോ രാഷ്ട്രീയ സാഹിത്യത്തിലോ ഒക്കെ വളർന്നു വന്ന ഒരാളോ അത്തരത്തിൽ ആഭിമുഖ്യമുള്ള ഒരാളോ ആയിരിക്കില്ല. നിശ്ചയമായും അവരുടെ ആ നിഷ്കളങ്കമായ ഭക്തിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അതുകൊണ്ട് അത് സ്വാഭാവികമായും വിമർശിക്കപ്പെടും. ആ വിമർശനത്തെ നല്ല ബുദ്ധിയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അത് പിൻവലിക്കാൻ ചിത്ര തയ്യാറാകുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം. രാമൻ എന്ന് പറയുന്ന സങ്കല്പം വിഭാഗീയതര സങ്കല്പമാകരുത്. രാമനിലുള്ള വിശ്വാസം മറ്റുള്ളവരെ കൊല്ലാനോ മറ്റുള്ളവരുടെ അവകാശങ്ങളെ അടിച്ചമർത്താനോ ഉള്ള ഒന്നാകരുത്. രാമൻ എന്ന വിശ്വാസം മനുഷ്യരെ യുണൈറ്റ് ചെയ്യാനുള്ളൊരു സംഭവമായിട്ട് മാറണം. കാരണം ഗാന്ധി രാമനെയാണ് ഉത്തമ പുരുഷനായി കണ്ടുകൊണ്ട് രാമൻ്റെ രാജ്യത്തെ മാതൃകയാക്കി വെച്ചത്. ഗാന്ധി ഇൻക്ലൂസീവായ ഒരു രാജ്യത്തെ സങ്കല്പിച്ചതുകൊണ്ടാണ്. ഇവിടെ നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ സംഘപരിവാറിൻ്റെയോ രാമൻ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന രാമനല്ല. ആ രാമൻ എന്ന് പറയുന്നത് രാജ്യത്തെ വെട്ടിമുറിക്കാനും രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയതയും മതസ്പർദ്ധയും വളർത്താനും ഉപയോഗിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. അതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ചിത്രയുടെ ഈ പ്രസ്താവന ദുരുപദിഷ്ടിതമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് ഈ സാഹചര്യത്തിൽ. Meet the editors.